പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഓഫീസുകളിൽ മിന്നൽ പരിശോധനയുമായി വിജിലൻസ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന പേരിലാണ് പരിശോധന. അധ്യാപക അനധ്യാപക നിയമനത്തിൽ വ്യാപക ക്രമക്കേടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വ്യാപകമായി പരിശോധന നടക്കുന്നത്. സുനിഷ അയ്യൂർ വിവരങ്ങളുമായി. സുനിഷ, ഇപ്പോൾ എത്രയിടത്ത് പരിശോധന നടക്കുന്നുണ്ട്? ക്രമക്കേടുകൾ കണ്ടെത്തിയതിന്റെ വിവരങ്ങളുണ്ടോ? സ്മൃതി, ക്രമക്കേടുകൾ എവിടെയൊക്കെ കണ്ടെത്തി എന്നതിൽ കൃത്യമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല. പക്ഷേ നിലവിലിപ്പോൾ 41 ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലും 7 റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസുകളിലും ഒപ്പം തന്നെ 7 അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസുകളിലുമാണ് വിജിലൻസിന്റെ പരിശോധന നടക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന വിവിധ ഓഫീസുകളിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകളും അഴിമതികളും വ്യാപകമായി നടക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ പരാതിയായി ഉയർന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന പേരിൽ ഇത്തരത്തിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന രാവിലെ 10:30 ആരംഭിച്ചതാണ്. ഈ പരിശോധന വിവിധ ഇടങ്ങളിൽ ഇപ്പോഴും പരിശോധന തുടരുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അധ്യാപക അനധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടതാണ്. ഒപ്പം തന്നെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ടടക്കം ഈ നിയമനത്തിൽ തസ്തിക സൃഷ്ടിക്കുന്നതുമടക്കം വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരാതിയായി തന്നെ ഉയർന്നിരുന്നത്. ഈ ഉദ്യോഗാർത്ഥികൾ ഈ ഫയലുകളിൽ നടപടിയെടുക്കുന്നതിനായി ഉദ്യോഗാർത്ഥികളിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതടക്കമുള്ള പരാതികൾ ഈ വിജിലൻസിന്റെ അടുത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു സർവീസ് കൺസൾട്ടന്റ് എന്നുള്ള രീതിയിൽ ഈ സർവീസിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ സർവീസിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരിലേക്ക് ഈ ഉദ്യോഗാർത്ഥികളെ എത്തിക്കുകയും അവരെ ഇടനിലക്കാരാക്കിക്കൊണ്ട് പണം കൈമാറുന്ന ഒരു തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന പേരിൽ ഇത്തരത്തിൽ വിജിലൻസിന്റെ പരിശോധന ആരംഭിക്കുകയും സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും 50ഓളം ഇടങ്ങളിൽ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി പരിശോധന നടക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ കൃത്യമായി എവിടെയെങ്കിലും ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടോ, അഴിമതി നടന്നിട്ടുണ്ടോ എന്നതിലടക്കം ഒരു വിശദമായ വിവരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്മൃതി, ശരി. സുനിഷ അയ്യൂരാണ് വിവരങ്ങൾ നൽകിയത്.